നമ്മൾ വീണ്ടും അമ്പഴവയൽ ഭാഗത്ത് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ അമ്പഴവയൽ ഭാഗത്തിൻ്റെ താന്നിക്ക് മുക്കിന്ന് കാഞ്ഞിരംകുഴിയിലേക്ക് വരുന്ന റോഡാണ്. ഈ റോഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ഇത് മൊത്തം വെള്ളം കൊണ്ട് നിറഞ്ഞ് അവിടുത്തെ വഴി തടഞ്ഞിരിക്കുകയാണ്. യാത്രക്കാർ ഇപ്പം നടക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. എല്ലാ വീടുകളുടെ അവസ്ഥയാണിത്. ഇതാണ് അവസ്ഥ. ഇത് എപ്പോഴാണ് ഇത്രയും അങ്ങ് കൂടിയത് വെള്ളം? 7 മണിക്ക് ശേഷം അല്ലേ? വെള്ളം ഒഴുകി കുറയുന്നില്ല അല്ലേ? ഇത്രയും തന്നെ നിൽക്കുകയാണോ? കുറയുന്നുണ്ട്. ആണല്ലേ? കടയോട് ചെന്ന് കടയ്ക്കകത്തും വെള്ളം കയറിയിരിക്കുകയാണ് ഇവിടെ. നല്ല അകത്ത് വീടിനകത്ത് കയറിയോ? ഒന്ന് കാണിക്കോ? വീടിനകത്തേക്ക് ഒന്ന് കയറാണ്. ഇവിടെ അപ്പുറത്തെ സൈഡിലൊരു ഓടയുണ്ട്. പക്ഷെ ഓടയും റോഡും ഇപ്പൊ അറിയാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുക അവിടെ. ഇവിടെ മുട്ടിന് താഴെ തന്നെയാണ് ഇപ്പം നിൽക്കുന്നത് വെള്ളം. അവിടെ എല്ലാം വെള്ളമായിരിക്കുകയാണ്. ആ ആദ്യമായിട്ടായില്ലേ? കഴിഞ്ഞ പ്രാവശ്യം എത്ര വെള്ളം കയറിയായിരുന്നു? കയറിയില്ലേ? ഇവിടെ അവരുടെ ഫർണിച്ചറുകളെല്ലാം എടുത്ത് അകത്ത് വെച്ചിരിക്കുകയാണ്, മേളിലോട്ട് കയറ്റി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാം നിറഞ്ഞ് അതുകൊണ്ട് ബെഡ്റൂമിന്റെ ഒക്കെ അവസ്ഥ വളരെ ദയനീയമാണ്. ഇത് ഇനിയൊരു മഴ ഇനിയെങ്കിലും ശക്തിയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിലും വെള്ളം കയറും അല്ലേ? ആണ്, എല്ലാം വെള്ളം കയറിയിരിക്കുകയാണ്. ഫർണിച്ചറുകൾക്കൊക്കെ എന്തെല്ലാം ഇത് വളരെ ബുദ്ധിമുട്ടാണ്. അടുക്കള ഉൾപ്പെടെ ഉള്ളത്. ആ, ഇപ്പൊ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നായിരുന്നോ? ഉണക്ക് വരുമ്പോഴത്തേക്ക് അവർക്കൊന്ന് വൃത്തിയാക്കിക്കൂടെ? ഈ പഞ്ചായത്തുകാരൊക്കെ അത് മുൻകൈയെടുത്ത് ചെയ്യേണ്ടതല്ലേ? പഞ്ചായത്തുകാരെ ഒരു ഉണക്ക് സമയത്ത് ഓട വൃത്തിയാക്കാത്തതിന്റെ ആണ് ഈ കാണുന്നതെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത്. സമയങ്ങളിൽ ഓട വൃത്തിയാക്കത്തില്ല. അതെല്ലാം ഓട മണ്ണിട്ട് എല്ലാം അടച്ചിരിക്കുക. അപ്പുറത്തുള്ള ഒരിടത്തിന്റെ അടുക്കൂടുള്ള ഓടകളെല്ലാം അടച്ചിരിക്കുക. ചായ പോയിട്ട് കുടിച്ചിട്ടില്ല ഇന്നത്തെ. നമുക്കിനിയപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോവാം. ഈ ഒരു വീടിന്റെ മുറ്റമാണ്. പിന്നെ ഒരനക്കമില്ല, രാവിലെയില്ല. പഞ്ചായത്തുകാർ വന്നാലും അത് തന്നെ. അവർക്ക് കിട്ടാനുള്ള കാശുകൾ മാത്രം കിട്ടുക സമയാസമയങ്ങളിൽ. അല്ലെങ്കിൽ പിന്നെ നോട്ടീസ്, ഫോണ് ഇതൊക്കെ വരും. ഇവിടെ വളരെ നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇവർക്ക്. കാര്യം ഇവരുടെയൊക്കെ പല വിലപിടിപ്പുള്ള സാധനങ്ങളും ഇപ്പം അവസ്ഥ ഇതാണ്, വെള്ളം കയറിയിട്ടുള്ള അവസ്ഥയിലാണ്. ഇതാണ് ഇതാണ്ടെ ഒരു ബൈക്ക് അതിലേ പോകാൻ പറ്റത്തില്ല കേട്ടോ. അങ്ങോട്ടു ഇവിടെ വെച്ചിട്ടാണ്ട് ഈ ഓട ഏതാണ് റോഡ് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് വെള്ളം നിൽക്കുന്നത്. വളരെ വളരെ ഭയങ്കരമായിട്ടുള്ള ഒഴുക്കാണ് വന്നു ചേരുന്നത്. മറ്റേ മേഡം പറഞ്ഞ കണക്ക് തെക്കോട്ടി മുക്കിലെയും താന്നിക്ക് മുക്കിലെയും മറ്റ് ഭാഗത്തു നിന്നുള്ള വെള്ളം താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഇവിടെയാണ് എത്തിച്ചേരുന്നത്. മൊത്തത്തിലിവിടെ ഇതാണ്. നമ്മുടെ ചെമ്മക്കാട് ചിറയെന്ന് വരുന്ന വെള്ളം. ചെമ്മക്കാട് ചിറയെന്ന് വരുന്ന വെള്ളം. അതായത് റെയിൽവേ സ്റ്റേഷൻ വാർഡ്, ചെമ്മക്കാട് വാർഡുകളിൽ മാടങ്കാവിന്റെ അടുക്കുന്ന ആ വെള്ളം ഓടെ ഇവിടുന്ന് കണക്കാവൂലേ ഇതിലേ വരുന്നത്. ഇതാണ് മെയിൻ ഇപ്പം ഈ ഓട ഇപ്പൊ ഏതാ റോഡ് ഏതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇപ്പൊ നിൽക്കുന്നത്. ഓടയൊക്കെ സമയാസമയങ്ങളിൽ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഈ പ്രശ്നം ഒഴിവായിരുന്നു. ഓടയൊക്കെ സമയാസമയങ്ങളിൽ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇത് ഈ ഇത്രയും വെള്ളക്കെട്ട് ഒഴിവാക്കാമായിരുന്നു. അത് സംയോജിതമായി ചെയ്യാത്തതിന്റെ കുഴപ്പങ്ങളാണ് ഈ ഫാൾട്ടുകൾ വന്നത്. എല്ലാരെയും വഴി വരെ മുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥയിലോട്ട് ഇരിക്കുകയാണ്. ഓഫായി, ആളുകൾ ഓഫായി വണ്ടി തള്ളി മാറ്റുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്.
വണ്ടി നിന്നോ? സത്യം പറഞ്ഞാൽ നിന്ന് നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല. കാരണം അത്രമാത്രം ഒഴുക്കുണ്ട്. അത് മുമ്പിൽ 3-4 പിള്ളേർ പോകുന്ന കണ്ട. അവർ മുട്ടോളം വെള്ളമുണ്ട്. നല്ല ദൃശ്യങ്ങളിൽ കാണാം. നല്ല ഒഴുക്കാണ്. നമുക്ക് കറക്റ്റ് ഇല്ല അങ്ങനെ അരണ പോലുള്ള ജീവികൾ നമ്മുടെ ക്യാമറാമാന്റെ ദേഹത്ത് കയറിയിട്ടുണ്ട്. 2018 അനുസ്മരിക്കുന്ന രീതിയിലുള്ള വെള്ളപ്പൊക്കത്തിലേക്ക് പോവുകയാണെന്നൊരു സംശയമുണ്ട്. കാര്യം ഡാമുകൾ തുറന്നുവിട്ട് വന്നതിന് പകരം ഇപ്പോൾ ഇവിടുന്ന് ഈ ഓടകൾ അടഞ്ഞു കിടന്നതിന് കൊണ്ടാണ് ഇവിടെ ഇപ്പം ഈ അവസ്ഥയിലെത്തിയിരിക്കുന്നത്. എല്ലാ വീടുകളും ആളില്ല, വണ്ടി ഉൾപ്പെടെ ഇത് ചെയ്തിരിക്കുക. കാറെല്ലാം മുങ്ങിക്കിടക്കുന്നു, വണ്ടി ആക്റ്റീവ മുങ്ങിക്കിടക്കുന്നു. ഇത് നേരെ നമ്മുടെ പാവോയിൽ സർവീസ് സ്റ്റേഷന്റെ അടുത്തോട്ട് കയറുന്ന വഴിയാണ്. ഇത് ഓടയുടെ മേളിലാണെന്ന് തോന്നുന്നു ഈ വഴി ഇത് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇതൊന്നും ഏതൊക്കെയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടുത്തെ അവസ്ഥ. നോക്കിയോ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഒരു വീടിന്റെ ഫ്രണ്ട് ഭാഗമാണ്. ഈ വഴി ഏതാണെന്ന് അറിയില്ല. സിറ്റൗട്ടിൽ തന്നെ ഇരിക്കുകയാണ്. ആര് വീട്ടില് പ്രായമുള്ള ഒരു അമ്മയും അച്ഛനും. അതുകൊണ്ട് അവിടെ ഒരു കിണർ കാണുന്നുണ്ട്. കിണറിന്റെ ഇപ്പം മൂടുന്ന പരുവത്തിൽ നിൽക്കുകയാണ് വെള്ളം. എന്തായാലും മഴയൊന്ന് കുറഞ്ഞു നിൽക്കുകയാണ്. ഇപ്പം മഴയ്ക്ക് ലേശം പറയാം. ഇത് നല്ല രീതിയിൽ മുങ്ങിയിരിക്കുകയാണ് ഈ വീട്. ഈ വീട് അണ്ണന്റെ വീടാണോ? അണ്ണന്റെ വെള്ളം അവിടെ വരെ ഉണ്ടായിരുന്നു. വെള്ളം അപ്പനെ ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ കുറഞ്ഞല്ലേ? അത് ചേട്ടൻ നിൽക്കുന്ന കാണാം. ചേട്ടൻ്റെ മുട്ടിൻ്റെ മുകളിലോളം വെള്ളമായിട്ടുണ്ട്. ഇതാണ് എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ വെള്ളം പൊങ്ങിയിരുന്നതാണ്. ലേശം മഴ ഒന്ന് തോർന്നപ്പോഴത്തേന് വെള്ളം വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ പോലും ഇവരെല്ലാം വളരെ വിഷമത്തോടെ തന്നെ നിൽക്കുകയാണ്. സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയോ? എന്തെങ്കിലും നാശനഷ്ടങ്ങൾ വല്ലതും ഉണ്ടായിട്ടുണ്ടോ ചേട്ടാ? ഉണ്ടായിട്ടില്ല. ബാക്കി ഫാമിലി എല്ലാം സാധനങ്ങളൊക്കെ എടുത്ത് മേളോട്ട് വെച്ചോ? അതോ വേറെ പറഞ്ഞു വിട്ടു, വേറെ മാറ്റി പാർപ്പിച്ചു. അവരെങ്ങോട്ട് പോയി? അവിടെ അത് സ്കൂളിലോ? ബന്ധുവിന്റെ വീട്ടിലോട്ട് മാറ്റി. ഇവിടെ ആരൊക്കെയുണ്ട് താമസം? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മളൊരു വീട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിനകത്ത് അവരിയ്ക്കുന്നത്. ഇത് മുമ്പോട്ട് പോകാൻ പറ്റുമോ? റിസ്ക് ആണല്ലേ. മുമ്പോട്ട് കാണാൻ സാധിക്കുമോ എന്ന് അറിയില്ല. ഇത്രയും ഒരു ബൈക്ക് ഇരിക്കുന്ന കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ബൈക്ക് എത്രത്തോളം മുങ്ങിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു ബൈക്ക് ഇരിക്കുന്നുണ്ടോ? ബൈക്ക് മുങ്ങി ഇരിക്കുകയാണ്, മൊത്തത്തിൽ മുങ്ങിയിരിക്കുകയാണ്. ഇവിടെ കുട്ടികളെല്ലാം കൊച്ചു കുട്ടികളെല്ലാം ആ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുകയാണ്. ഒരു ബൈക്ക് ഇരിക്കുന്നതാണ്. ബൈക്കിന്റെ മൊത്തം ഏകദേശം 3/4 ഭാഗത്തോളം മുങ്ങിയിരിക്കുകയാണ്. കുട്ടികളെല്ലാം സൂക്ഷിക്കുക. ഒരു വള്ളം കൊണ്ട് കിട്ടോ? ഇതിപ്പം ഈ ഓടയുടെ മേളിലാണ് സ്ലാബിട്ട വഴിയായിരുന്നു. ഇപ്പം ഓട ഏതാണ് വഴി ഏതാണെന്ന് അറിയാത്ത അവസ്ഥയിലാണ്. നല്ല രീതിയിൽ വെള്ളം ഇവിടെ ഇതായിരിക്കുകയാണ്. പക്ഷേ ഒരുപക്ഷെ ഈ ഓടയൊക്കെ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ആ ഓടയൊക്കെ പോകേണ്ടുള്ള വെള്ളമാണ്. അത് കറക്റ്റായിട്ടുള്ള വൃത്തിയാക്കാതിന്റെ ഫലമായിട്ടാണ് ഇവരിപ്പോൾ ഈ ദുരിതം അനുഭവിക്കുന്നത്.
ഇതിനകത്തൊരു അമ്മച്ചി ഉണ്ടെന്ന് പറയുന്നത്. പക്ഷെ ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട്, കാത്തോട്ട് കയറാൻ കഴിയുന്നില്ല. പ്രദേശവും തൊട്ട് താഴെയായിട്ട് ഓടയുണ്ടെന്നാണ് പറയുന്നത്. കിടക്കുവാണ്. ആ അമ്മയ്ക്ക് 98 വയസ്സായി എന്നാണ് പറയുന്നത്. ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കട്ടിലേക്ക്, ആ വെള്ളത്തിൽ തന്നെ കട്ടിലേക്ക് കിടക്കുക എന്നാണ് പറയുന്നത്. ചെന്ന് പൊങ്ങി പൊങ്ങി എനിക്ക് തോന്നുന്നത് ഈ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ദുരിതം വന്നിട്ടുള്ളത് ഇവിടാണ്. വെള്ളം വന്ന് കാര്യം ഏറ്റവും താഴ്ന്ന ഒരു പ്രദേശമാണ്. അതുകൊണ്ട് ഇവിടെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളക്കെട്ടായിട്ട് വന്നിട്ടുള്ളത്. വീടുകളിൽ ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും വെള്ളം കയറി എന്നുള്ളതാണ്. മതിൽക്കെട്ടുകളും ഓടയുടെ കറക്റ്റായിട്ട് വൃത്തിയാക്കുന്നതിൻ്റെയുമാണ് ഇപ്പോൾ ഇവര് ഈ ദുരിതം അനുഭവിക്കുന്നത്. നമ്മൾ ഈ റോഡ് ശരിക്കും ഇതിനകത്ത് കാർ പോകുമായിരുന്നു. വഴി കാർ പോകുന്നൊരു വഴിയാണ് ഇവിടെ. ഓക്കെ 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 കരുത്. താഴ്ന്ന പ്രദേശമായതുകൊണ്ട് ഈ പഞ്ചായത്തിലെ എനിക്ക് തോന്നുന്നു അവിടെ എല്ലായിടത്തെയും വെള്ളം ഇങ്ങോട്ട് തന്നെ ഒഴുകി വരുന്നതായിരിക്കാം ഇതിനൊരു പക്ഷേ കാരണമെന്ന് തോന്നുന്നു. ഇതൊരു കാഴ്ചയാണ്. ഈ മതിലിനകത്തിരിക്കുന്ന അട്ടകൾ ഇരിക്കുന്നതാണ്. അട്ടകൾ കയറിയിരിക്കുന്നതാണ്. അകത്തോട്ട് ഇവിടെ ഒരു കോമ്പൗണ്ട് മൊത്തത്തിൽ നിറഞ്ഞു കിടക്കുന്ന ഇതാണ്. ആ വെള്ളം അങ്ങനെ തന്നെ നിൽക്കുന്നത്, എങ്ങോട്ടും ചലിക്കുന്നില്ല. നമ്മൾ ഈ നിൽക്കുന്ന ഭാഗത്ത് കുറച്ചൊക്കെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് അങ്ങോട്ട്. ഇത് കണ്ടത്തിന്റെ കായലിലേക്ക് പോകാം. പാവുകലിൽ അവിടെ ചെന്ന് അങ്ങനെ പോകുന്ന രീതിയിലാണ്. ചേട്ടാ ഒരു പട്ടിയെ രക്ഷപ്പെടുത്തുന്ന കാഴ്ചയാണ് ആ കാണുന്നത്. ഈ ഭിത്തികളിൽ മുഴുവൻ അട്ട കയറി നിറഞ്ഞിരിക്കുകയാണ്. ഇതുപോലെ പാമ്പുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുട്ടിന് മോൾഭാഗം വരെ വെള്ളമായിട്ടുണ്ട്. അതുമല്ല നല്ല ശക്തമായ ഒഴുക്കുമുണ്ട്. ഓടയാണ്, ഇതൊരു ഓടയാണല്ലോ. ഓട ഏതാണെന്ന് അറിയാൻ പോലും പറ്റില്ല. പനയം ഗ്രാമപഞ്ചായത്തിലെ അമ്പഴവയൽ വാർഡിലാണ്. ഇവിടെ ഒരു കിണറിൻ്റെ മുകളിൽ കൂടെ വെള്ളമായെന്നാണ് പറയുന്നത്. ഏകദേശം എൻ്റെ കാലിൻ്റെ തുടഭാഗത്തോളം മുകളിൽ വെള്ളമായിട്ടുണ്ട്. ഇപ്പം ഇതാണ് കിണർ കാണാൻ കഴിയുന്നില്ല. കിണറിൻ്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നല്ല ഇവിടെ നിൽക്കാൻ പറ്റില്ല, നല്ല ഒഴുക്കാണ്. വെള്ളം ഇത്രയും വെള്ളമാണ്. കിണറുണ്ട്. അതാണ് കിണറിന്റെ മുകളിൽ കൂടെ വെള്ളം ഒഴുകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താ ചേട്ടന്റെ പേരെന്താ? എപ്പം തുടങ്ങിയത്? രാവിലെ 7:30 ആയപ്പോൾ. എന്തൊക്കെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഇവിടെ? മൊത്തം വെള്ളമായി. ഈ ഭാഗത്ത് ഇവിടാണ് ഏറ്റവും കൂടുതൽ വെള്ളം കയറിയേക്കുന്നത്. ഇവിടാണ് എല്ലാ വെള്ളം. കിണർ മുങ്ങിക്കിടക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം ഈ ദൃശ്യങ്ങളുടെ ഭീകരത എന്താണെന്നുള്ളത്. കാരണം ഞാൻ തന്നെ ഒരു ചേട്ടൻ പിടിച്ചിട്ടൊരു ഓടയുടെ മുകളിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ ചേട്ടൻ്റെ ഏകദേശം കാല് മുങ്ങിയിരിക്കുന്നു ആ വെള്ളം. അപ്പം തന്നെ അറിയാലോ അതിന്റെ ഭീകരത എന്തായിരിക്കുന്നു. നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാമായിരിക്കുമല്ലോ. പ്രദീപേ, നമ്മുടെ അവിടെയൊക്കെ ഓട നല്ല ശക്തമായ ഒഴുക്കൊണ്ട് ഇവിടെ നോക്കിയേ പോകും. തിരിച്ചാലേ പോകണ്ട. ഇതിലേ പോവാം. ഇവിടെ വരും. അതുവഴി ഇറങ്ങി പോകണം.
ഇപ്പം നമ്മള് നടന്ന് ഇനി പാവോയിലെ മറ്റേ അഞ്ചാലമൂട് റോഡിൽ എത്തിയിരിക്കുകയാണ്. ആ റോഡിന്റെ അവസ്ഥയാണ് ഇത്. ഇവിടുന്ന് ഇനി എത്ര ദിവസം കൊണ്ടാണ് ഇത് ഇതാവുന്നതെന്ന് അറിയാൻ പറ്റില്ല. വെള്ളക്കെട്ടുകൾ മൊത്തം ഇപ്പൊ ആൾക്കാരില്ല, വീട്ടുകാരില്ല. വീടിന്റെ അവസ്ഥ ഇതാണ്. വണ്ടിയെല്ലാം മുങ്ങിക്കിടക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. പാവൂർവേൽ ജംഗ്ഷനിലാണിത്. ഇപ്പം മഴയ്ക്ക് അല്പം ശമനമുണ്ട്. അല്പം വെള്ളപ്പൊക്കത്തിൻ്റെ തോത് ലേശം കുറഞ്ഞിട്ടുണ്ട്. എല്ലാം മുങ്ങിക്കിടക്കുകയാണ്. പാവൂർവേൽ ജംഗ്ഷനിലാണ്. ഇതാണ് അവിടുന്ന് വന്ന് ഇറങ്ങുന്ന വെള്ളമാണ് ഈ കാണുന്നത്. എല്ലാം വെള്ളം കയറി. അല്ലേ ഒഴുകി വരുന്ന വെള്ളത്തിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. പറ. ഇവിടെ ഇത് റോഡ് സൈഡാണ്, മെയിൻ റോഡിൻ്റെ സൈഡാണ്. ഈ റോഡ് സൈഡിലെ വീടിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത്. സിറ്റൗട്ടിൻ്റെ മുകളിൽ വെള്ളം വന്നിട്ടുണ്ട്.
കാർ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു. ആ കാർ വർക്ക്ഷോപ്പിലെല്ലാം വെള്ളം കയറി. ഓടയിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ കാണുന്നത്. ടൂ വീലർ യാത്ര